നമസ്കാരം സുഹൃത്തുക്കളെ, നിമിത്ത വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതീവ ശക്തിയുള്ള ഒരു താമ്പൂല തൊടുകുറിയാണ്. വെറ്റിലയും അടക്കയും സാധാരണ വസ്തുക്കൾ മാത്രമല്ല, ദക്ഷിണയിൽ നിന്നും ദേവാലയ ആചാരങ്ങളിൽ വരെ ദൈവിക ചൈതന്യം നിറഞ്ഞവയാണ്. ഈ രണ്ട് വസ്തുക്കളിൽ ഒന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സൂചന തുറക്കാൻ പോകുന്നു. ഒന്നാമത്തത് വെറ്റില, രണ്ടാമത്തത് അടയ്ക്ക. നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആഗ്രഹം ഉറപ്പിച്ച് ഇഷ്ടദൈവതയെ സ്മരിച്ച് ഈ നിമിഷം കണ്ണുകൾ അടച്ച് കണ്ണുകൾ തുറക്കുന്ന നിമിഷം ഏത് തിരഞ്ഞെടുപ്പിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ദൈവസൂചന. വളരെയധികം സത്യമുള്ളതും കൃത്യവുമായിട്ടുള്ള ശാസ്ത്രമാണ് ഈ തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് നടന്നു കിട്ടാനുള്ള സാധ്യത 100% വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 40% നടന്നു കിട്ടി എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ വരുന്ന 60%-ൽ 30% നിങ്ങളുടെ ഭാഗ്യമാണ്. പിന്നെ വരുന്ന അടുത്ത 30% നിങ്ങളുടെ പ്രയത്നവുമാണ്. അതാണ് ഇതിന്റെ ഏകദേശം ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തൊടുകുറിയിൽ പറയുന്ന റിസൾട്ട് അതിനോടൊപ്പം നിങ്ങളുടെ പ്രയത്നവും ഭാഗ്യവും കൂടി അങ്ങോട്ട് ഒന്നു ചേരുമ്പോഴാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അത് നിശ്ചയമായിട്ടും നടന്നു കിട്ടുന്നത്. ഈ പറഞ്ഞതിന് യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറ്റിലയും അടക്കയുമാണ്. ഈ പറഞ്ഞ രണ്ട് വസ്തുക്കളും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ വിരളമായി മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിലും ഇത് ദൈവിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഈശ്വരാംശം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നവയാണ്. അത് പറയാൻ കാരണം, ഒരു ദക്ഷിണ കൊടുക്കാനാണെങ്കിൽ അടക്കയും വെറ്റിലയും അതിനോടൊപ്പം ഒരു നാണയവും കൂടി വെച്ചിട്ടാണ് നമ്മൾ ദക്ഷിണ കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ദക്ഷിണ അവിടെ പരിപൂർണമാവുകയുള്ളൂ. അതുപോലെ തന്നെ വസ്ത്രം ദാനം ചെയ്യുക, പണം ദാനം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഈ രീതി ഉപയോഗിക്കുന്നുമുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടും ദൈവിക ചൈതന്യം നിറഞ്ഞ വസ്തുക്കളാണെന്ന് എടുത്തു പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ നമ്പർ 1 രേഖപ്പെടുത്തിയിരിക്കുന്ന വെറ്റിലയോ അല്ലെങ്കിൽ നമ്പർ 2 രേഖപ്പെടുത്തിയിരിക്കുന്ന അടക്കയോ, ഇതിൽ ഏതാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അതായത് നിങ്ങളുടെ മനസ്സിന്റെ ചായ്വ് ഇതിലേതിലേക്കാണോ തൊടാൻ തോന്നുന്നത്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിമിത്ത വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ശരിയാണെന്നുള്ളത്, ഇനി അതല്ല തെറ്റാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സ് വഴി അപ്പോൾ ആദ്യം തന്നെ ഈ 1-ാം നമ്പർ കൊടുത്തിട്ടുള്ള വെറ്റില തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് അങ്ങോട്ട് പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റുള്ളവരും സന്തോഷത്തിലായിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ ഈയിടെയായിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നുമുണ്ട്, പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചു കാലമായിട്ട് ഈ നിങ്ങളുടെ ഇങ്ങോട്ടുള്ള ഈ അവസ്ഥയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ അത് ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടമാകുന്നു എന്ന് പറയുന്നത് പോലെ തൊട്ടു തൊട്ടില്ല എന്ന് അത്രയും അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ആ ഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈയിടെയായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാത്രവുമല്ല അത് നടത്തുവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പരാജയം മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല സംഭവിക്കുന്നത്. പറയാൻ കാരണം, നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ സമയദോഷം ആണെന്ന് നിശ്ചയമായിട്ടും പറയാവുന്നതാണ്. വാസ്തവം പറയുകയാണെങ്കിൽ ഈ വിങ്ങിപ്പൊട്ടിയുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ശരി തന്നെയാണെന്ന് ഇത് പറയാൻ കാരണം, ഈ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കുടുംബം വളരെ ഊഷ്മളമായിട്ടാണ്
മുന്നോട്ട് പോകുന്നതെന്ന് തോന്നും. എന്നാൽ ചില അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ചില കലഹങ്ങൾ കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്നുമുണ്ട് എന്നാണ് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സമയദോഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യ നാളുകളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നുമുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ തൊടുകുറി ഫലപ്രകാരം കാണുന്നത് നിങ്ങൾ പലകുറി ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ വീണ്ടും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. അതായത് പല പ്രാവശ്യം ശ്രമിച്ചാൽ ഒരു പ്രാവശ്യം നടക്കുമെന്ന് പറയുന്നത് പോലെ ഈ പ്രാവശ്യം നിങ്ങൾക്കുള്ള അനുകൂല സമയമാണ് സംജാതമായിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. എന്നിട്ട് മനസ്സിനെ നന്നായിട്ട് ഏകാഗ്രമാക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ ആഗ്രഹം അത് നടത്തി തരണമേന്ന് ഏകാന്തമായിട്ട് ആവശ്യപ്പെടുക. അതായത് പ്രാർത്ഥിക്കുക. അതോടുകൂടി നടന്നു കിട്ടാനുള്ള സാധ്യത 95% ഉയരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 1 വെറ്റില തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്പർ 2 അടക്കി തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് അങ്ങോട്ട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് വളരെയധികം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഈ പറഞ്ഞ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയുന്നതിലും ശരി, അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് കൂടുതൽ ശരി. അതെന്തുകൊണ്ടെന്നാൽ ഈയിടെയായി നിങ്ങളിലുള്ള ഈശ്വര ചൈതന്യം അത് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇവിടെ ഈ ഫലപ്രകാരം കാണുന്നത് ചില നെഗറ്റീവ് സ്വഭാവമുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇപ്പോൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു വരികയാണ്. ഈ പറഞ്ഞത് പ്രത്യക്ഷമായിട്ടോ ആകാം, അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ ആകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള ആ ഒരു ഈശ്വരാംശം നിങ്ങളുടെ മനസ്സിലുള്ള ആദി ഉത്കണ്ഠ പോലുള്ള ആ വിചാരങ്ങൾ മൂലം അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ചൈതന്യം നിങ്ങൾ തിരികെ പിടിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ തൊടുകുറി ഫലമായിട്ട് നിങ്ങൾക്ക് കാണുന്ന മറ്റൊരു കാര്യം, ഉപകാരം ചെയ്തു കൊടുക്കാൻ പോയത് കൊണ്ട് സ്വന്തം നിലനിൽപ്പ് അത് അപകടത്തിലായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ വിശാലമായിട്ടുള്ള മനസ്സ് ഇതിനു മുൻപും ഇതുപോലെ പല അപകടങ്ങളിലും നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുമുണ്ട്. ഇതിനർത്ഥം ഈ അന്യരെ സഹായിക്കേണ്ട എന്നല്ല ഇവിടെ ഈ പറഞ്ഞു വരുന്നത്. സ്വന്തം നിലനിൽപ്പ് നോക്കി അത് ഭദ്രമാക്കിയതിനു ശേഷം വേണം നിങ്ങൾ പരിചയമുള്ളവരെ ആണെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവരെ ആണെങ്കിലും അവരെ നിങ്ങൾ സഹായിക്കാൻ പോകുവാനായിട്ട്. ഇത് ഈ പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ വാഹനം കുറച്ചു ദിവസത്തേക്ക് ഓടിക്കാൻ കൊടുക്കുക, പണം വായ്പയായിട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജാമ്യം നിൽക്കുക. അതുമല്ലെങ്കിൽ അവർ പറയുന്നത് അക്ഷരം പ്രതി അത് ശരിയാണെന്ന് ധരിച്ച് അവർക്ക് വേണ്ടി മറ്റുള്ളവരോട് നിങ്ങൾ ബഹളത്തിന് പോകുക. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും വരും വരാഴികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തുചാടി പ്രവർത്തിക്കാതിരിക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്ന ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ, നിങ്ങളുടെ മനസ്സ് കൊച്ചുകുട്ടികളുടെ മനസ്സ് പോലെ നിഷ്കളങ്കമായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിൽ അല്പം വൈകിയാണെങ്കിലും അത് വന്നു നിറയുന്നതാണ്. ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ദൈവാനുഗ്രഹം വീണ്ടും വന്നു നിറയും. അതിന് സമയവും അധികം എടുക്കില്ല.
ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നുമുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ്. പക്ഷേ അതിന് അല്പം കാലതാമസം എടുക്കുന്നതാണ്. അതെന്തുകൊണ്ടെന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഈ ദൈവാനുഗ്രഹം നിങ്ങളിൽ വേണ്ടുവോളം ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം മൂലം അല്പം നിങ്ങളിൽ ഈശ്വരശക്തിയിൽ നിന്നും അകന്നാണ് നിൽക്കുന്നത്. എന്നാൽ ദേവാലയ ദർശനവും പ്രാർത്ഥനയും കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ ആയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അതോടുകൂടി പര്യവസാനിക്കുന്നതായിരിക്കും. വിചാരിച്ച കാര്യം പരമാവധി നേരത്തെ തന്നെ നടന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കാലതാമസം ഉണ്ടാകുമെന്നാണ് തൊടുകുറി ഫലത്തിൽ ഇവിടെ കാണുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്പർ 2 അടയ്ക്ക തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.